ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ നമ്മുടെ കിച്ചണിൽ തയ്യാറാക്കാൻ പോകുന്നത് അച്ചിങ്ങ പയറും കൊണ്ട് ഒരു അടിപൊളി ഉപ്പേരി, അതായത് മസാല കൂട്ട് ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കൂട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചിങ്ങ പയറും കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു ഉപ്പേരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമുക്ക് ഈ ഒരു ഒറ്റ മസാലക്കൂട്ട് മതി നമുക്ക് ധാരാളം ചോറ് കഴിക്കാം. അപ്പം അത്രയ്ക്ക് രുചികരമായ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട്, അതായത് നമ്മുടെ അച്ചിങ്ങ പയറും കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു ഉപ്പേരി, ഇതിൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട്, അതായത് നമ്മുടെ അച്ചിങ്ങപ്പയർ ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടായിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഒരു വത്തലമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് കീറിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർക്കാം. കായപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വളരെ ടേസ്റ്റി, നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കായപ്പൊടി ചേർക്കുന്നത്. കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ജീരകം കൂടെ ചേർക്കാം. ജീരകം കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഞാനൊരു 4 മീഡിയം സൈസുള്ള നമ്മുടെ കിഴങ്ങ് നമ്മൾ ഇത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ വക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്യാം. നോക്കി നിൽക്കോളൂ, നന്നായിട്ടൊരു ലൈറ്റായിട്ട് നമ്മുടെ മുരിഞ്ഞ് വന്ന ആ ഒരു ടെക്സ്ചറായി വന്നിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടില്ല, ബട്ട് നമ്മുടെ ഈ ഒരു കിഴങ്ങ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയറുണ്ട്, ഒരു പിടി അച്ചിങ്ങ നന്നായിട്ട് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു അച്ചിങ്ങ പയർ എനിക്ക് തന്നിരിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഗിരീഷേട്ടനും രമി ചേച്ചിയാണ്. അവർക്ക് ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു അച്ചിങ്ങ പയർ നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. നമ്മുടെ അച്ചിങ്ങ പയറും കിഴങ്ങും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ആവശ്യാനുസരിച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നമ്മുടെ കിഴങ്ങും ആ ഒരു ബീൻസും, അതായത് നമ്മുടെ ലോങ് ബീൻസ്, നമ്മുടെ അച്ചിങ്ങ പയർ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് നമുക്കിതിലോട്ട് മുളക് പൊടിയും കൂടെ ചേർക്കാം. എരിവ് നിങ്ങൾ താല്പര്യം അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് പൊടിയും കൂടെ ചേർക്കാം. മല്ലിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് ചാറ്റ് മസാല ആഡ് ചെയ്യാം. ചാറ്റ് മസാല ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഉപ്പേരിക്ക് വളരെ ടേസ്റ്റി സ്വാദാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കസ്തൂരി മേത്തി ഒന്ന് കയ്യിൽമേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ കുറച്ച് സാമ്പാർ പൊടി ഇതുപോലെ ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. നല്ല സൂപ്പർ ട്വിസ്റ്റുള്ള ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈറ്റായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി, അധികം വെള്ളം ആവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ആ പയറും ആ കിഴങ്ങും ഒന്ന് ലൈറ്റായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. വാവ്, നല്ല സൂപ്പർ സ്മെൽ വരുന്നുണ്ട് കേട്ടോ. ആ ചാട്ട് മസാലയുടെയും എല്ലാം ആവുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് വിതറിയെടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു കൂട്ട് നമുക്ക് നമ്മുടെ ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പവും നമ്മുടെ ചപ്പാത്തിയുടെ ഒപ്പം പൂരിയുടെ ഒപ്പവും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, ഒന്നും പറയാനില്ല. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന്
ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.